നമുക്ക് ഇനി കണ്ടെത്താനുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. 240 പേരെ കാണാനില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ അവരേതെങ്കിലും മേഖലയിൽ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടോ, അതോ അവർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ബന്ധുജനങ്ങളുള്ളത്. പലരും പല ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചിലർ ഒറ്റപ്പെട്ട മേഖലകളിൽ രക്ഷകാത്ത് കഴിയുന്നുണ്ടായിരുന്നു. ചിലർക്ക് ഈ ദുരന്തത്തിൽ വലിയ ഗുരുതരമായ പരിക്കുകളോടുകൂടി അവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ചിലർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഉറ്റവരും ഉടയവരുമായി തങ്ങൾ കാണാതിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇവർ പലരും ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങുകയാണ്. പലരും ആളുകളോട് ചോദിക്കുകയാണ് ഇവരെക്കുറിച്ച് വിവരമുണ്ടോ, അറിവുണ്ടോ എന്നൊക്കെ. ഏതായാലും കാണാതായവരുടെ എണ്ണം 240ഓളം ഉണ്ട് എന്നത് നിലവിൽ നമുക്ക് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. 173 മരണസംഖ്യ. ഇപ്പോഴും തിരച്ചിൽ എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ആശങ്ക നമുക്ക് അകറ്റാൻ കഴിയുക. സൈന്യം നടത്തുന്ന തിരച്ചിലിന് ഇപ്പോഴും മഴ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇനിയുള്ള മണിക്കൂറുകളിലും വയനാട്ടിൽ മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 3 ദിവസം കൂടി വയനാട്ടിൽ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സൈന്യം നിർമ്മിക്കുന്ന ഈ ബെയിലി പാലങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം ഈ ബെയിലി പാലങ്ങൾ വരുന്നതോടുകൂടി യന്ത്ര സാമഗ്രികളൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ആളുകളെയൊക്കെ ഇപ്പോൾ മറുഭാഗത്തേക്ക് 2 തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, താൽക്കാലികമായി അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം വഴി ആളുകളെ മറുകരയിലേക്ക് കടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിജയകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിജയകുമാർ, എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? ഈ രക്ഷാപ്രവർത്തനം അത് വളരെ ഊർജിതമായി തന്നെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു വലിയ മഴ ഈ ഭാഗത്ത് പെയ്തത്. അത് കുറച്ച് വേഗം കുറച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ജോലികൾ എന്ന് പറയാതെ വയ്യ. സൈന്യം ആ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പകുതിയിലധികം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പാലം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ആയിരിക്കും കുറെ കൂടി യന്ത്ര സാമഗ്രികൾക്കുമൊക്കെ കരയിലേക്ക്, അപ്പുറത്തെ ഭാഗത്തേക്ക്, ദുരന്തം കൂടുതൽ ബാധിച്ച മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു നിമിഷം വിജയകുമാർ, ഇപ്പോൾ മരണസംഖ്യ 175 എന്ന വാർത്ത വരികയാണ്. നമുക്ക് സങ്കടകരമായ ഓരോ മിനിറ്റും മണിക്കൂറും കഴിയുമ്പോഴൊക്കെ തന്നെ മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ്. ഇപ്പോഴും 220 പേരെ കാണാനില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ അത്യാഹിതം എത്ര അപകടം പിടിച്ചതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. ജയരാജ് ബത്തേരി എനിക്ക് വാട്സാപ്പിൽ അയച്ചൊരു സന്ദേശം കൂടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുക. ജീവിതം എന്നത് ഇത്രയേ ഉള്ളൂ, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകും. എന്തെല്ലാം പ്രതീക്ഷകളുമായി ജീവിച്ചവരാണ് ഒറ്റ നിമിഷം കൊണ്ട് മാറിമറിഞ്ഞത്. അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, പാവങ്ങൾ എന്ന രീതിയിൽ ജയരാജ് ബത്തേരി അയച്ചൊരു സന്ദേശമാണ്. താങ്കൾക്ക് തുടരാം വിജയകുമാർ. ഈ ആളുകളെ കാണാതായതിന്റെ കണക്കിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ മന്ത്രി PA മുഹമ്മദ് റിയാസുമായും റവന്യൂ മന്ത്രിയുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒന്നും പക്കൽ കാണാതായവരെ പറ്റിയുള്ള കണക്കുകളില്ല. അവർക്ക് അത്തരം ഒരു കണക്ക് നൽകാൻ കഴിയുന്നില്ല. കാരണം അത് ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് എത്ര ആളുകൾ മിസ്സിംഗ് ആണ് എന്നത് സംബന്ധിച്ച് ഈ മിസ്സിംഗ് പരാതികൾ വരുമ്പോൾ അത് പരിശോധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേര് എവിടെയെങ്കിലും ചികിത്സയിലോ അല്ലെങ്കിൽ ക്യാമ്പുകളിലോ ഉണ്ട്, അത്തരം വിവരങ്ങളൊന്നുമില്ല. ഇവിടെ ക്യാമ്പുകളിലുള്ളതും ചികിത്സയിലുള്ളവരെയും ആളുകളുടെയും വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ പക്കലുണ്ട്. പക്ഷേ കാണാതായവർ, ഈ മേഖലയിൽ ഉണ്ടായിരുന്നവർ, അവരെ പറ്റി അധിക വിവരങ്ങളില്ല. ഇതിപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഈ ലയങ്ങളിലൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും ഇനി അതിൽ എത്ര പേരുണ്ട് അവിടെ, മറ്റുള്ളവർ നാട്ടിലേക്ക് പോയിരുന്നോ, ഇതൊന്നും അത്തരം കണക്കുകളൊന്നും ശേഖരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ തെരച്ചിൽ നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ എത്ര ആളുകളെയാണ് നമ്മൾ തിരയുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ തിരയുന്നത് എന്നതിൽ സംബന്ധിച്ച് ഒരു വിവരവും ഏജൻസികളുടെ പക്കലില്ല എന്നതൊരു പ്രതിസന്ധി തന്നെയാണ്. അത്തരം ഒരു ഉണ്ടാക്കിയെടുക്കലും ഈ ഘട്ടത്തിൽ അസാധ്യമാണ് എന്നാണ് തോന്നുന്നത്. കാരണം അത്തരം വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കാണാതായ സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിൽ പലരും പല സ്ഥലങ്ങളിലായി ചിതറിപ്പോയി, അത്തരം വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ക്രോഡീകരിച്ചെടുത്ത് ഇവിടെ ആകെ ഉണ്ടായിരുന്നവരിൽ എത്ര പേർ തിരികെ ആശുപത്രിയിലും ചികിത്സയിലും ഒക്കെയായി ഉണ്ട് എന്നും എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ചും ഒരു കണക്ക് കിട്ടാൻ ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. അപ്പോൾ തിരച്ചിൽ അത്രയും ദിവസവും അതേ നിലയിൽ തന്നെ തുടരേണ്ടി വരും. ഇപ്പോൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയവർ, അത് ആരെയൊക്കെയാണ് തേടുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഈ രക്ഷാപ്രവർത്തകർക്കില്ല.
എല്ലാ ഭാഗത്തും ആളുകൾ ഉണ്ട്, അവർ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് നോക്കണം. എന്നതിനപ്പുറത്തേക്ക് ഇന്ന സ്ഥലത്ത് ഇന്നയാളുണ്ട് എന്ന് പറയാൻ തക്ക വിവരങ്ങൾ ആരുടെയും പക്കലില്ല. അച്ഛനെ കാണുന്നില്ല എന്ന് മക്കൾ പറയുകയും മക്കളെ കാണുന്നില്ല എന്ന് മാതാപിതാക്കൾ പറയുകയും ഒക്കെ ചെയ്യുന്ന നമ്മളുടെയൊക്കെ അടുത്ത് വരുന്ന പരാതികൾ അല്ലെങ്കിൽ മിസ്സിംഗ് കേസുകൾ എന്ന് നമുക്ക് പറയാവുന്ന സംഗതികളാണ് ആ നിലയ്ക്ക് കിട്ടുന്ന ഒരു വിവരം. അത് സർക്കാരിനും അത്തരം വിവരങ്ങൾ കിട്ടുന്നുണ്ട്, പോലീസ് അതൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രോഡീകരിച്ച വിവരം ഇവിടെ വിവിധ വകുപ്പുകളിൽ, സർക്കാർ വകുപ്പുകളിലോ ഏജൻസികളുടെ പക്കലോ ഇല്ല എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇല്ലാത്തിടത്തോളം കാലം നമ്മളുടെ ഈ ദൗത്യത്തിന് നമ്മൾ ആരെ തിരയുന്നു, എവിടെ തിരയുന്നു എന്നതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും. അത്തരം കണക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ദൗത്യത്തിന് ആ നിലയിൽ ഇപ്പോൾ കൃത്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്യൂറോ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 227 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ദുരന്ത ഭൂമിയിലെത്തും എന്ന വാർത്ത കൂടി വരുന്നു. വിജയകുമാർ, താങ്കൾക്ക് തുടരാം. ഇനിയിപ്പോൾ വിജയകുമാർ അല്പം കഴിഞ്ഞ് നമുക്കൊപ്പം ചേരും. ഇനി സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്ത്, ഇപ്പോൾ താങ്കൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ടോ? കനത്ത മഴ തീർച്ചയായിട്ടും ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകും എന്ന് നമുക്കറിയാം. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊരു വ്യക്തതയില്ല. ഈ ദൃശ്യം കാണുന്നത് ഒരാളെയാണ് കൊണ്ടുവന്നത് സംശയമുണ്ട്. അത് മൃതദേഹമാണോ അതോ പരിക്കേറ്റ ആളാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ മഴ കനത്ത് പെയ്തിരുന്നു, ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നുമാണ് എത്തിച്ചത്. അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു സ്ട്രെച്ചർ അങ്ങോട്ടേക്ക് ആദ്യം കൊണ്ടുപോയിരുന്നു, അതിനുശേഷം ആ സ്ട്രെച്ചർ തിരിച്ച് ഇവിടേക്ക് എത്തിച്ചു. എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല, അതെന്താണെന്ന് വ്യക്തതയില്ല. പരിക്കേറ്റ ആളാണ് എന്നുള്ള സംശയമാണുള്ളത്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിൽ പരിക്കേറ്റ ആളാണോ അതോ ഈ അപകടത്തിൽ സംഭവിച്ച് പരിക്ക് ഏറ്റിട്ടുള്ള ആളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. എന്തായാലും ആ കൊണ്ടുവരാനുള്ള നീക്കമാണിപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പാലം വഴി കൊണ്ടുപോകണോ എന്നുള്ള തരത്തിലൊരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കഴിയാത്ത സ്ഥിതിയാണുള്ളത്, സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് കൃത്യമായ രീതിയിൽ തന്നെ ആ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ചൂരൽമല ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയ ആളുകളാണ്. അവരെല്ലാം തന്നെ പതുക്കെ പതുക്കെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ JCBയുടെ കൈ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, അതായത് ഈ സിപ്പ് ലൈനിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അത് ഉയർന്നിട്ടുണ്ട്. ഇവിടേക്ക് ആളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പരിക്കേറ്റ ആളാണ് എന്നുള്ള സംശയം തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടാകേണ്ടതില്ല. അത് രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ ആളാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ചൂരൽമല ഭാഗത്തേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നുമാണ്. മുണ്ടക്കൈ ഭാഗത്തു നിന്നും കൊണ്ടുവന്ന ശേഷം അവിടെ രക്ഷാപ്രവർത്തകരുടെ കൂട്ടമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സൈനികരുണ്ട്, അതോടൊപ്പം തന്നെ NDRFൻ്റെ ആളുകളുണ്ട്, കേരള ഫയർഫോഴ്സിൻ്റെ ആളുകളുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. അദ്ദേഹം പരിക്കേറ്റ ആളാണ്, പരിക്കേറ്റ ആൾ തന്നെയാണ്. അത് അദ്ദേഹത്തെ ഇവിടേക്ക് ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. പതുക്കെ പതുക്കെ വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ധാരാളം ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് സൈന്യം നിർമ്മിച്ച ചെറിയ താൽക്കാലിക പാലം വഴി അപ്പുറത്തേക്ക് പോയിരുന്നു. അതിൽ ഉൾപ്പെട്ട ഒരാളാകാം എന്നുള്ള സംശയമാണുള്ളത്. പതുക്കെ പതുക്കെ നേരത്തെ മൃതദേഹമൊക്കെ എത്തിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് എത്തിച്ചിരുന്നത്. നേരത്തെ പതുക്കെ പതുക്കെയാണ്. പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല പരിക്കുള്ള ആളാണ്. അദ്ദേഹത്തെ പതുക്കെ ആ പുഴ കടത്തുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ മറുകരയിലേക്ക്, അതായത് ചൂരൽമല ഭാഗത്തേക്ക്, മുണ്ടക്കൈ ആ റൂട്ട് ഭാഗത്തു നിന്ന് ഇപ്പോൾ ചൂരൽമല ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇറക്കുന്നതാണ് ഈ ദൃശ്യത്തിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദൃശ്യത്തിൽ പരിക്കേറ്റ ആൾ തന്നെയാണ്. അദ്ദേഹം രക്ഷാപ്രവർത്തകനായി പോയ ആളാണ് എന്നുള്ളത് തന്നെയാണ് സംശയമുള്ളത്. അതിനിടയിൽ ചിലപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടെ, ആ ദൗത്യത്തിനിടെ ചിലപ്പോൾ പരിക്കേറ്റതാകാം എന്ന് കരുതുന്നു. സുരക്ഷിതമായി അദ്ദേഹത്തെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇനി ആംബുലൻസ് സജ്ജമാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇത്തരം പ്രതിസന്ധികളെ പോലും തരണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആളുകൾ
രക്ഷാപ്രവർത്തനത്തിലടക്കം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതികൂലമായ കാലാവസ്ഥ, ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, ഇതിനെല്ലാം തന്നെ ഇത്തരം ധാരാളം പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ പ്രതിസന്ധികൾക്കിടയിലാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേൽക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ട്. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ഇവിടെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി, ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കലങ്ങി ഒഴുകുന്ന പുഴയാണ്. ആ പുഴയിൽ അകപ്പെട്ട ആളുകളെ തേടി ഈ താഴത്തെ, അതായത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് മുകൾ വരെ നടക്കുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ 3-ലേറെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇങ്ങനെ നടന്നു പോയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.